ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്നതിനെ ഓർത്ത് ആശങ്കയിലും ഭയത്തിലും ദുഃഖത്തിലും കഴിയുന്നുണ്ട് എങ്കിൽ ഈ പ്രാർത്ഥനയിൽ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കാൻ താല്പര്യമില്ലാതെ മൊബൈൽ ഗെയിംസിലും കമ്പ്യൂട്ടർ ഗെയിംസിലും ചീത്ത കൂട്ടുകെട്ടുകളിലും അകപ്പെട്ട് നമ്മുടെ മക്കൾ പഠനത്തിൽ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പഠിച്ചിട്ടും പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ ഒന്നും ഓർക്കാത്ത അവസ്ഥയാണ് എങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കാം. രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിക്കാൻ സാധിക്കാതെ കൈകാലുകൾ വേദനയും തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ, ഉറക്കം വരുന്ന സ്വഭാവം, പഠിക്കാൻ ഒട്ടും താല്പര്യം തോന്നാത്ത അവസ്ഥ, ശാരീരിക വേദന, ശരീരത്തിലുള്ള ചില നീർവീഴ്ചകൾ, അസഹ്യമായ തലവേദന, ചില അപകടങ്ങൾ മൂലമുണ്ടായ അസ്വസ്ഥതകൾ, ഇവയെല്ലാം കാരണം പഠനത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കാത്ത മക്കളുണ്ട് എങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കാനുള്ള സമയം അനാവശ്യമായ മൊബൈൽ ഉപയോഗം കാരണം, സോഷ്യൽ മീഡിയയിലുള്ള അനാവശ്യമായ ഇൻവോൾവ്മെൻറ്റ് കാരണം പഠനത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന മക്കളുണ്ട്. അവർക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ അവസ്ഥ ഏതാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് മാതാപിതാക്കളായ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ ചില താല്പര്യങ്ങൾ, അവരുടെ ചില അസ്വസ്ഥതകൾ, ചില പ്രയാസങ്ങൾ, പഠനത്തിലുള്ള വിരക്തി, അറിവ് സമ്പാദിക്കുന്നതിന് ഉള്ള താല്പര്യമില്ലായ്മ, അവരുടെ അലസത, മടി, അവരുടെ തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ വീക്ഷണങ്ങൾ, ഇവയെല്ലാം മാതാപിതാക്കൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അവർക്ക് കിട്ടാതെ പോയ സ്നേഹവാത്സല്യങ്ങൾ മാതാപിതാക്കളായ നമുക്ക് അവർക്ക് ആവശ്യത്തിനുള്ള കരുതലോ പരിചരണമോ സ്നേഹമോ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഫലമായി ചില മക്കൾ അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ, അവരുടെ ജീവിതത്തോട് തന്നെ അവർക്ക് താല്പര്യമില്ലാതെ, ഭാവിയെക്കുറിച്ച് ഒരു തോന്നലുമില്ലാതെ ജീവിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അവർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം അവരുടെ മേൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 121 കർത്താവ് നമ്മുടെ കാവൽക്കാരൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മുടെ മക്കൾക്ക് കാവലാകാൻ കർത്താവിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. അവരുടെ യാത്രകളെ, അവരുടെ പോക്കും വരവും, അവരുടെ പരീക്ഷയിലുള്ള ഭയം, അവരുടെ ആകുലതകൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരെ തളർത്തുന്ന അവരുടെ മാത്രമായ പ്രശ്നങ്ങൾ, അവർക്ക് മാത്രമായ അറിയാവുന്ന ചില കാര്യങ്ങൾ, അവരുടെ തെറ്റായ ബോധ്യങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ കാവലായിരിക്കണമേ. അവർ പോകുന്ന കാര്യങ്ങൾ, അവരെവിടെ പോകുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവരാരോട് സംസാരിക്കുന്നു, അവർ പഠിക്കുന്നുണ്ടോ, അവർ പഠിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ, അവരുടെ ഹൃദയത്തിലുള്ള വേദന എന്താണ്, അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇതൊന്നും നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ല എങ്കിൽ ഇന്ന് കർത്താവ് എല്ലാം അറിയുന്നു. അവൻ്റെ കയ്യിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, പരീക്ഷ തുടങ്ങാൻ പോകുന്ന ഈ അവസ്ഥയിൽ ഈ ഉള്ള സമയം മാക്സിമം പഠനത്തിനു വേണ്ടി ഉപയോഗിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ കർത്താവ് നമ്മുടെ മക്കളുടെ കാവലാകാൻ, തുണയാകാൻ, ശക്തിയാകാൻ, ബലമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ഭയം നീങ്ങിപ്പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ വിഷയങ്ങളും ഈ സമയം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. അവരുടെ പഠന വിഷയങ്ങളെ ഓരോന്നായി എഴുതി വെച്ച് ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിക്കുക. അവർ പഠിക്കേണ്ട സബ്ജക്റ്റുകളുടെ പേരുകൾ മാതാപിതാക്കളായ നാം എഴുതി വെച്ച് അവർക്ക് വേണ്ടി ആ വിഷയത്തിൽ അവർ
പ്രാവീണ്യം നേടാൻ, പ്രാഗൽഭ്യം നേടാൻ, അത്രമാത്രം ദൈവത്തിൻ്റെ ശക്തി അവരിലേക്ക് പുറപ്പെടാൻ നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകും. കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ ഭാവി, ഒരു നല്ല ഭാവി, നല്ലൊരു ജീവിതം നൽകാൻ കർത്താവിന് കഴിയും. അതിനാൽ മക്കളെ ഓർത്ത് ഭാരപ്പെടേണ്ട. ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇത് കുഞ്ഞുങ്ങളുള്ള, മക്കളുള്ള മറ്റെല്ലാവർക്കും ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുകയും ചെയ്യുക. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം. തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 121, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എൻ്റെ കാവൽക്കാരൻ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം. ഉദാഹരണത്തിന്, ഞങ്ങളുടെ മക്കൾക്ക്, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എൻ്റെ മക്കൾക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. എൻ്റെ മക്കളുടെ കാൽ വഴുതാൻ കർത്താവ് സമ്മതിക്കുകയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. കർത്താവാണ് എൻ്റെ മക്കളുടെ കാവൽക്കാരൻ. എൻ്റെ മക്കൾക്ക് തണലേകാൻ എൻ്റെ കർത്താവ് അവരുടെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ എൻ്റെ മക്കളെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് എൻ്റെ മക്കളെ കാത്തുകൊള്ളും. എൻ്റെ മക്കളുടെ ജീവൻ കർത്താവ് സംരക്ഷിക്കും. കർത്താവ് എൻ്റെ മക്കളുടെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും. ഇങ്ങനെ ഈ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഇതിന് വലിയ ഫലമുണ്ട്. കർത്താവ് നമ്മുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവർ പോകുന്ന കാര്യത്തിൽ, അവർ പോകുന്ന സ്ഥലങ്ങൾ, അവരിടപെടുന്ന വ്യക്തികൾ, അവരുടെ പഠനം, അവരുടെ അധ്യാപകർ, അവർ എന്തൊക്കെ അവരെ സംബന്ധിച്ച് നാം വേദനിക്കുന്നു, ആ എല്ലാ മേഖലകളിലും അവരുടെ വ്യക്തിപരമായ വളർച്ച, ജീവിതം, അവർക്ക് ലഭിക്കേണ്ട വിജ്ഞാനം എല്ലാം ദൈവം ഏറ്റെടുക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. അതിനാൽ ഈ സങ്കീർത്തനം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. 40 ദിവസത്തേക്ക്, ഇന്ന് മുതൽ 40 ദിവസത്തേക്ക് ഈ സങ്കീർത്തനം നിങ്ങളുടെ മക്കളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇപ്പോൾ പരീക്ഷയുടെ സമയമാണ്. നമ്മുടെ മക്കളെ ഒത്തിരി പ്രശ്നങ്ങൾ ആകുലപ്പെടുത്തുന്നുണ്ട്. ആത്മീയമായും ഭൗതികമായും വ്യക്തിപരമായും എല്ലാം അവരെ വിഷമിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് പലർക്കും അറിയാൻ സാധിക്കുകയില്ല. നമ്മുടെ മക്കളുടെ മനസ്സ് അവർക്ക് മാത്രമേ അറിയാവൂ. അതിനാൽ ഇന്ന് മുതൽ 40 ദിവസത്തേക്ക് ഈ സങ്കീർത്തനം നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞ് ഇത് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഇതിന് വലിയ അനുഗ്രഹം ഉണ്ടാകും, വലിയ പ്രതിഫലമുണ്ടാകും. എന്തൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് ആവശ്യം അത് പറഞ്ഞ് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവം വൻ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ 40 ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കും. വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ ഇത് പ്രാർത്ഥിക്കാം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരീക്ഷയുടെ സമയമായ, പരീക്ഷയുടെ കാലഘട്ടമായ ഈ സമയങ്ങൾ ഞങ്ങളുടെ മക്കൾ പൂർണ്ണമായും നിന്റെ സന്നിധിയിലാകുവാനും നിന്നിൽ വസിക്കുന്നതിനും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ അവരുടെ ഉത്തരവാദിത്തങ്ങളായ പഠനം, പരീക്ഷ, ഉന്നത ഭാവി, ഇതിലെല്ലാം അവർ സൂക്ഷ്മമായി
ഉത്തരവാദിത്വം എടുത്ത് പഠിക്കുന്നതിനും അവർക്ക് തന്നെ അവരുടെ ഭാവിയെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുന്നതിനും അവരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളോടും അധ്യാപകരോടും ബഹുമാനവും അനുസരണവും ഉണ്ടാകാനും അവരുടെ ജീവിതം വലിയതാണ്, അതിന് വലിയ ഉത്തരവാദിത്വമുള്ളതാണ്, അവരുടെ ജീവിതം വലിയ വിലയുള്ളതാണ്. ആ വിലയേറിയ അവരുടെ ജീവിതത്തെ സംരക്ഷിക്കാനാണ് മാതാപിതാക്കളും അധ്യാപകരും ദൈവം കൊടുത്ത ദാനമായി അവരെ ഞങ്ങളുടെ മക്കൾ കാണുന്നതിനും അങ്ങനെ ദൈവാനുഗ്രഹത്തോടും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടും അധ്യാപകരുടെ അനുഗ്രഹത്തോടും കൂടി ഞങ്ങളുടെ മക്കൾ ഓരോ ദിവസവും നല്ല രീതിയിൽ പഠിക്കുന്നതിനും പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനും അവരുടെ ഭാവി എല്ലാ മേഖലയിലും സുരക്ഷിതത്വം ഉണ്ടാകുന്നതിനും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും തെറ്റായ മൊബൈലിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കർത്താവെ ഈ സങ്കീർത്തനത്തിന്റെ ബലത്തിൽ നല്ലതുപോലെ നീ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഇന്ന് തന്നെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പഠിക്കുന്ന മക്കളുടെ മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കളെ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക്, ബോർഡ് എക്സാംസ് എഴുതുന്ന മക്കൾക്ക്, +2 പരീക്ഷ എഴുതുന്നവർക്ക്, ഡിഗ്രി PG പരീക്ഷ എഴുതുന്നവർക്ക്, പ്രൊഫഷണൽ കോഴ്സിന്റെ പരീക്ഷ എഴുതുന്നവർക്ക്, നഴ്സിംഗ് പരീക്ഷ എഴുതുന്നവർക്ക്, BTech പരീക്ഷ എഴുതുന്നവർക്ക്, MBBS MD പരീക്ഷ എഴുതുന്നവർക്ക്, CA പരീക്ഷ എഴുതുന്നവർക്ക്, LLB പരീക്ഷ എഴുതുന്നവർക്ക്, മറ്റ് എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും തയ്യാറാകുന്നവർക്ക്, IAS എക്സാം എഴുതുന്നവർക്ക് എല്ലാം കർത്താവെ അവരുടെ ബുദ്ധി മണ്ഡലത്തിലേക്ക് ദൈവിക ചൈതന്യം ഈ സമയം കടന്നു ചെല്ലട്ടെ. അവരുടെ ബുദ്ധിയിലും ഓർമ്മയിലും ഉള്ള എല്ലാ അന്ധകാര അവസ്ഥയും എല്ലാ അനിഷ്ടകരമായ ഓർമ്മകളും യേശു നാമത്തിൽ ഇപ്പോൾ ഞാൻ എടുത്തു മാറ്റുന്നു. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ മക്കളുടെ തലച്ചോറിനെ ഞാൻ കഴുകുന്നു. അവരുടെ തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങൾ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി ഞാൻ വിശുദ്ധീകരിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് പഠനത്തിൽ നിന്ന് പിന്നോക്കം നയിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞാനിപ്പോൾ ആട്ടിപ്പായിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതുന്ന മക്കൾ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഉത്തരവാദിത്വ ബോധമുള്ളവരായി വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അധ്യാപകരെ അനുസരിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുസരണശീലമുള്ളവരായി വളരാൻ, മറ്റുള്ളവരെ, മുതിർന്നവരെ ബഹുമാനിക്കുന്ന രീതിയിൽ വളരാൻ ഞങ്ങളുടെ മക്കളെ നീ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പഠനമെന്ന ഉത്തരവാദിത്വത്തിൽ പൂർവാധികം ശ്രദ്ധയോടെ, തീക്ഷ്ണതയോടെ, ജിജ്ഞാസയോടെ പഠിക്കാനും വളരാനും കർത്താവിൻ്റെ വിവേകവും വിജ്ഞാനവും അറിവും കർത്താവെ ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെ മേൽ പതിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ആരൊക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ മക്കളുടെ യാത്രകളെ നീ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ സകല അപകടത്തിൽ നിന്നും ഈ പ്രാർത്ഥനയിലൂടെ നീ രക്ഷിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ കൂടെ കൂടുന്ന വ്യക്തികൾ എല്ലാവരും യേശു നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ മക്കളെ ചുറ്റി വളഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ട കൂട്ടുകെട്ടുകളും ദുഷ്ടപൈശാചിക ആസക്തികളും അടിമത്തങ്ങളും യേശു നാമത്തിൽ ഞാൻ നിർവീര്യമാക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കൾ ഏതവസ്ഥയിലാണ് എങ്കിലും ഇപ്പോൾ തന്നെ നിന്റെ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയച്ച് അവരെ വിഷമിപ്പിക്കുന്ന, അവരെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന, ആരോടും ഹൃദയം തുറക്കാൻ കഴിയാത്ത അവരുടെ നിസ്സഹായ അവസ്ഥ, അവരുടെ ബലഹീനത, അവരെ ആരെങ്കിലും ഭയപ്പെടുത്തി അവരെ ദുരുപയോഗിക്കുന്നുണ്ട് എങ്കിൽ, അവരുടെ ശരീരത്തെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ട് എങ്കിൽ, അവരുടെ ശരീരത്തെ ആരെങ്കിലും തെറ്റായി കാണുകയോ ഉപയോഗിക്കുന്നു ഉണ്ട് എങ്കിൽ, കർത്താവെ, ഞങ്ങളുടെ മക്കൾക്കിത് തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്റെ ശക്തി ഇപ്പോൾ തന്നെ അവരെ വ്യാപരിക്കണമേ. അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്ന് നിനക്ക് മാത്രമേ അവരെ
അവരെ രക്ഷിക്കാൻ സാധിക്കൂ. രക്ഷകനായ ഈശോയെ, നിന്റെ കരം ഞങ്ങളുടെ മക്കളുടെ മേൽ നീ സ്പർശിക്കണമേ. അവരെ അലട്ടുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ചില വർത്തമാനങ്ങൾ, ചില വേദനകൾ, ചില ഭയം, ചില ഏകാന്തത, ഇതെല്ലാം നീ കാണണമേ. അവരെ അലട്ടുന്ന വിഷയങ്ങളിൽ ഇന്ന് തന്നെ കർത്താവ് ഇടപെട്ട് അവരെ അവരെ തെറ്റായി ബാധിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ സാമൂഹിക മീഡിയകളെയും, എല്ലാ വ്യക്തിത്വങ്ങളെയും, എല്ലാ ദുരന്തങ്ങളെയും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള ശ്രദ്ധ നൽകി യേശുവിൻ്റെ നാമത്തിൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകട്ടെ, പഠിക്കാനുള്ള കഴിവ് ഉണ്ടാകട്ടെ, പഠിക്കുന്നതെല്ലാം മനസ്സിലാകാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ തന്നെ കൃപ കൊടുക്കട്ടെ. യേശുവേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ നീ ഇപ്പോൾ ആശീർവദിക്കണമേ. ഞങ്ങളുടെ മക്കളെ ചുറ്റിപ്പിളഞ്ഞു കിടക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശു നാമത്തിൽ ഞാൻ നിർവീര്യമാക്കുന്നു. അവരുടെ ബോധ മനസ്സ്, ഉപബോധ മനസ്സ് എല്ലാം കർത്താവെ ഇപ്പോൾ നീ തൊട്ട് സുഖപ്പെടുത്തണമേ. അവരുടെ സുബോധ മനസ്സിനെ നീ വിശുദ്ധീകരിക്കണമേ. അവരിലുള്ള തെറ്റായ ചിന്തകളെ, വ്യക്തികളെ എല്ലാം നീ മാറ്റി അവരെ പൂർണ്ണമായും വിശുദ്ധീകരിച്ച് നിന്റെ ശക്തിയാൽ അവരെ ആവസിപ്പിക്കണമേ. നിന്റെ ശക്തി എപ്പോഴും നിങ്ങളുടെ മക്കളുടെ മേലുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, ഈ സമയം, ഈ പ്രാർത്ഥന 40 ദിവസം പ്രാർത്ഥിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വലിയ അനുഗ്രഹം, നീ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കൾക്ക് ലഭിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളിലും വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അവരുടെ മക്കൾ പ്രത്യേകമായി ദൈവത്തിന്റെ ശക്തിയാൽ അഭിവൃദ്ധിപ്പെടട്ടെ. എല്ലാവിധ ദൈവിക ശ്രേയസ്സും അഭിവൃദ്ധിയും ഇത് പ്രാർത്ഥിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരുടെയും മക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സമയം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയെ നീ കാണണമേ. ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർക്ക് ഇരട്ടി അനുഗ്രഹം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ കൂടെ ഉണ്ടാകണമേ. അവരെ നീ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയോടുകൂടെ നിന്റെ അത്ഭുതകരങ്ങൾ ഞങ്ങളുടെ മക്കൾക്കുമേൽ നീ പ്രവർത്തിക്കണമേ. കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ മക്കളെ കുരുങ്ങിക്കിടക്കുന്ന എല്ലാ അശുദ്ധിയുടെയും ലൗകികമായ തിന്മയുടെയും ലോകത്തിൻ്റെ പൈശാചിക തിന്മയുടെയും ദുഷ്ടശക്തികളുടെ എല്ലാ ആസക്തിപരമായ പ്രകോപനപരമായ ചിന്തകളെയും അവരെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും കുരുക്കഴിക്കുന്ന മാതാവേ, ഇപ്പോൾ തന്നെ അവരിൽ നിന്ന് അഴിച്ചു മാറ്റി ദൈവ പൈതലായി വളരാൻ ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ മാതാപിതാക്കളുടെയും മക്കളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ നീലം മേലങ്കിയുടെ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് മേലുണ്ടാകണമേ എന്ന് അമ്മേ മാതാവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിരന്തരം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ അമ്മേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് എഴുതുന്നവരെ, 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നവരെ, +2 +1 പരീക്ഷ എഴുതുന്നവരെ, ഡിഗ്രി പരീക്ഷ എഴുതുന്നവരെ, PG പരീക്ഷ എഴുതുന്നവരെ, CAയുടെ പരീക്ഷ എഴുതുന്നവരെ, MBBSന്റെ പരീക്ഷകൾ എഴുതുന്നവരെ, BTECന്റെ പരീക്ഷകൾ എഴുതുന്നവരെ, നഴ്സിംഗ് എക്സാംസ് എഴുതുന്നവരെ, LLBയുടെ പരീക്ഷകൾ എഴുതുന്നവരെ, IASന്റെ പരീക്ഷകൾ എഴുതുന്നവരെ, മറ്റ് പ്രൊഫഷണലായിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും തയ്യാറെടുക്കുന്ന എല്ലാ മക്കൾക്കും ഈ പ്രാർത്ഥനയിലൂടെ വലിയ വിജയമുണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, ശക്തി ലഭിക്കട്ടെ, സംരക്ഷണം ലഭിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ലഭിക്കട്ടെ, ദൈവിക ജ്ഞാനവും അറിവും ശക്തിയും ലഭിക്കട്ടെ. യേശു നാമത്തിൽ കർത്താവ് ഇപ്പോൾ തന്നെ നമ്മുടെ മക്കളെ എല്ലാ മേഖലയിലും അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റ് മക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ 40 ദിവസം മുടങ്ങാതെ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ സങ്കീർത്തനം 121 ചൊല്ലുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞ് ആ സങ്കീർത്തനം ചൊല്ലുക. സകല അപകടങ്ങളിൽ നിന്നും അവർ രക്ഷിക്കപ്പെടുന്നതിനും ദുഷ്ടന്റെ എല്ലാ കെണികളിൽ നിന്നും നമ്മുടെ മക്കൾ രക്ഷ പ്രാപിക്കുന്നതിന് ഈ സങ്കീർത്തനം നിങ്ങളെ സഹായിക്കും. ഈ പ്രാർത്ഥന 40 ദിവസം മുടങ്ങാതെ ചൊല്ലുക. 40 പേർക്കെങ്കിലും കുറഞ്ഞത് ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. ഇതൊരു നിയോഗമായി എടുക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉള്ള ഒരു നിയോഗമായി എടുത്ത് 40 ദിവസം ഇത് പ്രാർത്ഥിക്കുകയും 40 പേർക്ക് വെച്ച് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യും. ആമേൻ.